നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ നടക്കുകയാണ്. അതിൽ 28ാമത്തെ ചതുർയുഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. കലിദിന സംഖ്യ വരുന്നത് 18,72,519 ദിവസമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിയുഗം എണ്ണി തുടങ്ങിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 19 തീയതിയാണ്. ശകവർഷം 1947 കാർത്തിക മാസം 14 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 നവംബർ മാസം 5 തീയതിയാണ്. ഇന്ന് ശുക്ലപക്ഷത്തിലെ പൗർണമി തിഥിയാണ്. രാത്രി 6:49 വരെയാണ് പൗർണമി ഉള്ളത്. തുടർന്ന് കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തുടങ്ങുകയാണ്. നക്ഷത്രം വരുന്നത് അശ്വതി നക്ഷത്രമാണ്. 9:40 വരെയുള്ള സമയത്ത്, രാവിലെ 9:40 വരെയുള്ള സമയത്താണ് അശ്വതി നക്ഷത്രം. തുടർന്ന് ഭരണി നക്ഷത്രമാണ്. കരണം വരുന്നത് വിഷ്ടികരണമാണ്. രാവിലെ 8:44 വരെ ആണ് വിഷ്ടികരണം. നിത്യയോഗം സിദ്ധിനാമ നിത്യയോഗമാണ്. 11:28 വരെയുള്ള സമയത്താണ് ഈ സിദ്ധിനാമ നിത്യയോഗം വരുന്നത്. ചോതി ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. അയനം ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം ബുധൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 5:56 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11:38 ഈ ദിനമാനം ദിനംതോറും കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാഹുകാലം സംഭവിക്കുന്ന ഉച്ചയ്ക്ക് 12:07 മുതൽക്ക് 1:34 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 10:40 മുതൽക്ക് 12:07 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 7:45 തുടങ്ങി 9:12 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. ആയതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് ഈ സമയം വർജിക്കേണ്ടതാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 11:43 തുടങ്ങി 12:05 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:09 മുതൽക്ക് 12:31 വരെയുള്ള സമയത്താണ് അഭിജിത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കന്നിക്കൂറുകാർക്കാണ്. ഉത്രത്തിൽ മുക്കാല്, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രക്കാർക്ക്. ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമല്ല. അവർ നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുക, യാത്ര മുതലായിട്ടുള്ളവ ഇന്ന് വർജിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇന്ന് അശ്വതിയാണ് നാള് വരുന്നത്. അശ്വതി നാളിന് യാത്ര, ഔഷധ സേവ, ആഭരണം, നൂതനമായിട്ടുള്ള ആഭരണം ധരിക്കുക, വിദ്യാരംഭം നടത്തുക, ശില്പകലാഭ്യാസം തുടങ്ങുക, ഗജകൃത്യം ഇതൊക്കെയും നടത്താവുന്ന ദിവസമാണ്. പൗർണമി തിഥിക്ക് എല്ലാ തരത്തിലുള്ള മംഗളകർമ്മങ്ങൾക്കും അതുപോലെ ഗൃഹകൃത്യങ്ങളോ അല്ലെങ്കിൽ യജ്ഞം മുതലായിട്ടുള്ളവ, ദേവപ്രതിഷ്ഠ ഇതൊക്കെയും അനുകൂലമാണ്. എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും ഈ പൗർണമി അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നമസ്കാരം.